അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ഇന്ന് നടക്കും. എറണാകുളം പറവൂർ ചേന്നമംഗലം പാലിയത്ത് തറവാട്ട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ടാണ് സംസ്കാരം. പൊതുദർശനത്തിന് ശേഷം പറവൂരിലേക്ക് പുറപ്പെടും ഭൗതിക ദേഹം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് അദ്ദേഹം പഠിച്ച ഇരിഞ്ഞാലക്കുടയിലുള്ള നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. ഇവിടെ ഏതാണ്ട് 20 മിനിറ്റോളം തന്നെ ഈ ഒരു പൊതുദർശനം, ആംബുലൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് ഇറക്കുന്നില്ല എന്നുള്ള തീരുമാനമാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പറവൂരിലെ അദ്ദേഹത്തിന്റെ തറവാട്ടു വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ഈ സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ എല്ലാ പ്രമുഖരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനും വേണ്ടി നാട് ഒന്നാകെ ഈ ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ തിരക്കാണ് നമ്മൾ എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. മണിക്കൂറുകളായി ഈ ഒരു ജനാവലി, ജനസാഗരം ഇവിടെ അദ്ദേഹത്തെ, മലയാളത്തിലെ ഭാവഗായകനെ അവസാനമായി കാണാൻ, യാത്ര പറയാൻ അദ്ദേഹം പഠിച്ച സ്കൂളും അവിടുത്തെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന വലിയൊരു വിഭാഗം, അതോടൊപ്പം തന്നെ പോലെ നാട്ടുകാരും ജനപ്രതിനിധികളും, ആ ഒരു വലിയ ആൾക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. എന്തായാലും രാവിലെ ഏതാണ്ട് 7 കൂടിയാണ് വീട്ടിലെ പൂങ്കുന്നത്തെ വസതിയിലെ പൊതുദർശനം അവസാനിച്ചിരുന്നത്. തുടർന്ന് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ചെയ്തിരുന്നു. ശേഷം ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹം പഠിച്ച വിദ്യാലയമാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആംബുലൻസ് അകത്തുള്ള അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, വിവിധ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ വീഴ്ത്ത് സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അദ്ദേഹത്തെ കാണാൻ കേരളം ഒന്നാകെ തൃശ്ശൂരിലേക്ക് ഒഴുകിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. നാടിന്റെ മുഴുവൻ വിവിധ മേഖലകളിലുള്ള ആളുകൾ, മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന അഭിനേതാക്കൾ, മഹാപ്രതിഭകൾ, സംഗീത രംഗത്തെ മഹാപ്രതിഭകൾ, രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാർ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും, സമൂഹത്തിലെ എല്ലാ തട്ടുകളും ഭാവഗായകന്റെ വസതിയിലേക്കും സംഗീത നാടക അക്കാദമിയിലേക്കും എത്തിയിരുന്നു. എന്തായാലും തൃശ്ശൂരിലെ അവസാനത്തെ പൊതുദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ, അദ്ദേഹം പഠിച്ച സ്കൂളിലേക്ക് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുകയാണ്. അതെ ആനന്ദ്, ഏകദേശം എത്ര മണിയോടുകൂടിയായിരിക്കും പറവൂരിലേക്ക് പുറപ്പെടുക? സംസ്കാര ചടങ്ങുകൾ വൈകിട്ടാണല്ലോ പറവൂര് പാലിയത്ത തറവാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സമയക്രമം പാലിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഭൗതിക അദ്ദേഹം ആംബുലൻസിനുള്ളിൽ തന്നെയാണ് വച്ചിരിക്കുന്നത്. പൊതുദർശനത്തിന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. എപ്പോഴത്തേക്കായിരിക്കും ഇവിടെ നിന്നും പുറപ്പെടുക? നേരത്തെ അറിയിച്ചിരുന്നത് പരമാവധി 15 മിനിറ്റാണ് ഈ സ്കൂളിൽ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുക എന്നാണ്. പക്ഷെ ഈ ആൾക്കൂട്ടം മുഴുവൻ പോകാതെ, അതായത് അദ്ദേഹത്തെ കാണാനെത്തിയിട്ടുള്ളവർ കാണാതെ എന്തായാലും മടങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അരമണിക്കൂർ വരെ നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ റീത്തുകളെല്ലാം സമർപ്പിക്കുകയും ആളുകൾ, കുട്ടികളും അടങ്ങുന്ന വിഭാഗം അത് അവസാനിക്കുന്നതോട് കൂടി തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. പരമാവധി 9:30 കൂടി തന്നെ ഭൗതികദേഹം പറവൂരിലെ ചേന്നമംഗലത്തുള്ള അദ്ദേഹത്തിന്റെ പാലിയത്ത് വീട്ടിലേക്ക് എത്തും. അതായത് ഇവിടുന്ന് അരമണിക്കൂറിനകം തന്നെ യാത്ര പുറപ്പെടും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആനന്ദ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി വലിയ ഒരു ജനക്കൂട്ടം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്വവസതിയിലും ഇതേ സാഹചര്യം തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി വലിയ ആരാധക വൃന്ദം തന്നെയാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒന്ന് നേരിട്ട് കാണുക, അന്ത്യാഞ്ജലി അർപ്പിക്കുക, അവസാന യാത്രയിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നേരുക, ഇതൊക്കെ ആയിരിക്കണം ഈ ഓരോരുത്തരുടെയും ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹവായ്പിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട്
വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും കൃത്യം സമയക്രമം പാലിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പോലീസ് സന്നാഹങ്ങളൊക്കെ തന്നെ അവിടെ സജ്ജമാണല്ലോ. തീർച്ചയായിട്ടും ജില്ലാ കളക്ടറും മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അടക്കമുള്ള ആളുകളോടെയുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. അങ്ങനെ വലിയ ഒരു വിഭാഗം തന്നെ ഇവിടെയുണ്ട്. എന്തായാലും ഈ തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പൈലറ്റ് വാഹനങ്ങളും അടക്കമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. എന്തായാലും മഹാനായ ഗായകൻ പഠിച്ച് കളിച്ച് വാടി വളർന്ന അതേ സ്കൂളിലേക്ക് അവസാനം അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അവസാനത്തെ യാത്രയാണ്, ഇനിയൊരു മടക്കമില്ല. അവസാനമായി താൻ ആദ്യം പഠിച്ച സ്കൂളിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. നമുക്കറിയാം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അദ്ദേഹം മൃദംഗത്തിൽ വിദഗ്ധനായിരുന്നു. നിരവധി സമ്മാനങ്ങൾ സംസ്ഥാന യുവജനോത്സവത്തിൽ അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗായകനുപരി സംഗീതജ്ഞൻ കൂടിയായിരുന്നു, ഒരു തികഞ്ഞ സംഗീതജ്ഞൻ കൂടിയായിരുന്നു. അക്കാദമി തലത്തിലും മികച്ച രീതി തന്നെയാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത്. അതെ, ആനന്ദ് തുടരുക. ഞാൻ ആനന്ദിലേക്ക് എത്താം. ഇപ്പോൾ പാലിയത്ത് തറവാട്ട് വീട്ടുവളപ്പിൽ നിന്നും രേഷ്മ ബാബു കൂടി ചേരുന്നുണ്ട്. രേഷ്മ, വൈകുന്നേരത്തോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പാലിയത്ത് തറവാട്ട് വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. അവിടെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണോ? അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അരുഹിണി, അതേ ക്രമീകരണങ്ങളോടെ, അതായത് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം 3:30 സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് നിലവിൽ ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ബഹുമതികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ജയചന്ദ്രൻ കളിച്ചു വളർന്ന ഈ പാലിയം തറവാട് ഭാഗത്ത് തന്നെയാണ്. ഇവിടെ പി ജയചന്ദ്രൻ്റെ നല്ലൊരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ തന്നെ ഇവിടെയാണുള്ളത്. ഇവിടുത്തെ പാലിയം തറവാട്ടിലെ കാരണവന്മാരെയൊക്കെ തന്നെ അവർ അന്തിയുറങ്ങുന്ന ഇടമാണ് ഈ പിതൃസ്മൃതി എന്ന് പറയുന്ന ഇവിടം. അവിടെയാണ് ജയചന്ദ്രനും അന്ത്യനിദ്ര ഒരുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയാണ്. ബന്ധുക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ ഈ പറയുന്ന ഭാഗം, ഈ പാലിയം തറവാടിൻ്റെ ഭാഗം, ടൂറിസത്തിൻ്റെ ഭാഗമൊക്കെ തന്നെയാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് താമസക്കാരൊക്കെ ഉള്ളതാണ്. എന്തായാലും നിലവിൽ ഈ പാലിയം എന്ന് ജയചന്ദ്രൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ജയചന്ദ്രന് ഏറ്റവും ആത്മബന്ധമുള്ള, ജയചന്ദ്രൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ള ഒരിടം കൂടിയാണ്. അദ്ദേഹം എവിടെയായിരുന്നാലും വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഈ തറവാട്ട് വീട്ടിലേക്ക് വന്ന് ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ പരദേവതയൊക്കെ കണ്ട് തൊഴുത് ആണ് പോകുന്നത്. ഇവിടുത്തെ കുടുംബസംഗമത്തിൽ അടക്കം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. അത്തരത്തിൽ വലിയൊരു ഓർമ്മകൾ ഉറങ്ങുന്ന ഒരിടമാണ് ജയചന്ദ്രനെ സംബന്ധിച്ച്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 3:30 ഇവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ തറവാട്ട് വീട്ടുവളപ്പിൽ നടക്കുകയും ചെയ്യും. പൊതുദർശനവും ഇവിടെ ഉണ്ടാകും. ഇരിങ്ങാലക്കുടയിൽ നിന്ന് നേരെ ഭൗതികദേഹം ഇവിടെ എത്തിച്ച് കുറേ മണിക്കൂറുകളോളം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകർക്കുമൊക്കെ ഭാവഗായകന് അവസാനമായിട്ട് യാത്രാമൊഴിയേകാനായിട്ടുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഈ പന്തലൊക്കെ കെട്ടി ഇവിടുത്തേക്കാർ കാത്തിരിക്കുകയാണ് ഭാവഗായകൻ്റെ അവസാന വരവിന് വേണ്ടിയിട്ട്. എന്തായാലും ഈ ഭാഗത്തെ, അതായത് നിലവിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഈ പിതൃസ്മൃതി എന്ന് പറയുന്ന തറവാട്ട് വീട്ടുവളപ്പിൻ്റെ ഭാഗത്താണ്. അവിടെയാണ് പിതാമഹന്മാരൊക്കെ തന്നെ അന്തിയുറങ്ങുന്നത്. അവിടെ അവരോട് ഓരം ചേർന്ന് തന്നെ പി ജയചന്ദ്രനും അന്ത്യനിദ്ര ഒരുക്കും. എന്തായാലും അവിടേക്കുള്ള എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ്. എന്തായാലും ഇരിങ്ങാലക്കുടയിൽ നിന്ന് എത്തിക്കുന്ന മൃതശരീരം നേരെ ഈ പറയുന്ന പാലിയം തറവാട്ട് വളപ്പിലേക്ക് വരും. അതിനുശേഷം അവിടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും അവിടെ പൊതുദർശനത്തിന് സൗകര്യമുണ്ടാകും. അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഇടത്ത് തന്നെയാണ് സംസ്കാരം നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കെട്ടി വെച്ചിരിക്കുന്ന കമ്പികളൊക്കെ കെട്ടി വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെയാണ് സംസ്കാരം നടക്കുന്നത്. എന്തായാലും മണിക്കൂറുകളോളം ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുമെന്നാണ് തറവാട്ടിലെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം രോഹിണി, പാലിയം കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ പാലിയം തറവാട്ടിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു പാലിയത്ത് അച്ഛന്മാർ. ആ ഒരു തറവാട്ട് ഭാഗമാണ്, അല്ലെങ്കിൽ ആ തറവാടിൻ്റെ ഇളം തലമുറയിൽപ്പെട്ട ആളുകളായിട്ടാണ് പി
ജയചന്ദ്രൻ 1944 ഇവിടെ ജനിച്ചത്. 4ാം ക്ലാസ് വരെ പാലിയത്തെ സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം ഒക്കെ തന്നെ അദ്ദേഹം പൂർത്തീകരിച്ചത്. അതിനുശേഷം തൻ്റെ അമ്മയ്ക്ക് ഭാഗം കിട്ടിയ ഇരിങ്ങാലക്കുടയിലെ തറവാട്ടിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. പിന്നീട് അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ഉണ്ടായിരുന്നത്. ഈ 16,000-ലേറെ പാട്ടുകൾ അദ്ദേഹം പാടിയ സമയത്തും പാലിയത്തിനോടുള്ള ആത്മബന്ധം അദ്ദേഹം പിന്തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ തന്നെ ഈ പാലിയത്തിൻ്റെ മണ്ണിലെത്താനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇവിടെ വന്ന് കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കാനായിട്ട് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നതായിട്ട് പല അഭിമുഖങ്ങളിലും അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇവിടുത്തുകാരുമായിട്ട് ഈ നാട്ടുകാരുമായിട്ടുള്ള ഒരു ആത്മബന്ധം എക്കാലത്തും അദ്ദേഹം പുലർത്തിയിരുന്നു. എന്തായാലും ഇരിങ്ങാലക്കുടയിലെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം നേരെ കൊണ്ടുവരുന്നത് ഈ പാലിയത്തെ തറവാട്ട് വളപ്പിലേക്കാണ്. ഇവിടെ പൊതുദർശനം ഉണ്ടാകും. ഇരിങ്ങാലക്കുടയിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ അല്പം മുൻപ് കണ്ടത് അതാണ്. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് എറണാകുളം പറവൂർ ചേന്നമംഗലം പാലിയത്ത് തറവാട്ട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുത്തൂറും രേഷ്മ ബാബു.